പെനിസിന്റെ ഒരു വളവിനെ കുറിച്ച് യുവാക്കൾ പലപ്പോഴും സംശയം ചോദിക്കാറുള്ള ഒന്നാണ്. അവരുടെ പെനിസിന്റെ വളവ് അത് അവരുടെ ലൈംഗിക ബന്ധത്തെ ബാധിക്കുമോ, ഭാവി ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ളത്. ഇത്തരം ആശങ്കകൾക്ക് എന്താണ് ഒരു അടിസ്ഥാനമുള്ള കാര്യമാണോ? എന്താണത് പറയാനുള്ളത്? പ്രത്യേകിച്ചും ഒരു കൗമാര കാലമാകുമ്പോഴേക്കാണ് അവരുടെ സെക്ഷൽ എബിലിറ്റിയെ പറ്റി കുട്ടികളെ കുറച്ചുകൂടി ബോധവാന്മാരാവും. ആ സമയത്താണ് സ്വയംഭോഗം ആരംഭിക്കുന്നതും പിന്നീട് ലിംഗത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ലിംഗത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധാരണ കൗമാരകാലത്തോ അതിനുശേഷമുള്ള ഒരു ടീനേജിൻ്റെ സമയത്താണ് പലരും മനസ്സിലാക്കുന്നത്. ആ ഒരു ടൈമിൽ അതിനെപ്പറ്റി ധാരാളം ആശങ്കകൾ വരാം. സുഹൃത്തുക്കളോട് ചോദിക്കാം, കമ്പാരിസൺസ് നടക്കും. അപ്പോൾ പല വളവുകളും അല്ലെ പല ഡീവിയേഷൻസും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം, എല്ലാവരെയും ഒരു 100 പേരെ നിർത്തി നോക്കിയാൽ 100 പേരുടെയും കൈവിരലുകൾ ഒരുപോലെ ആയിരിക്കില്ല, മൂക്കൊരുപോലെ ആയിരിക്കില്ല, കണ്ണൊരുപോലെ ആയിരിക്കില്ല, ചെവികൾ ഒരേപോലെ ആയിരിക്കില്ല. ഓരോ അവയവങ്ങളിലും അതിൻ്റെതായ ചില വ്യത്യാസങ്ങൾ വരാം. എന്ന് പറഞ്ഞ പോലെ തന്നെ പെനീസും ശരീരത്തിലെ ഒരു അവയവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന് ചെറിയ വളവോ തിരിവോ ചരിവോ ഒക്കെ ഉണ്ടാവാം. അതിനെയൊക്കെ നമ്മൾ നോർമലായിട്ടാണ് കാണുന്നത്. അതേസമയം ഒരാളുടെ വളവ് വളരെ കൂടുതലാണ്, ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇരുവശങ്ങളിലേക്കുമോ അല്ലെങ്കിൽ അടിയിലേക്കോ മുകളിലേക്കോ ഒക്കെ ചിലപ്പോൾ കൂടുതൽ വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുപോലെ ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം നേരെ താഴേക്ക് പോകാതെ ഒരു സൈഡിലേക്ക് വശങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാവാം. അത്തരം അവസ്ഥകൾ ശരിക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നേരെ താഴേക്ക് ടോയ്ലറ്റിലേക്ക് മൂത്രം ഒഴിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ടോയ്ലറ്റിന് പുറത്തേക്കായിരിക്കും വീഴുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ചെരിഞ്ഞ് നിന്ന്, ഇപ്പം ഇടത്തോട്ട് വളവുള്ള ഒരാളാണ് ഇപ്പം റൈറ്റിലേക്ക് ചെരിഞ്ഞ് നിന്ന് ഒഴിക്കേണ്ട അവസ്ഥ വരാം. അതേപോലെ തിരിച്ച് റൈറ്റിലേക്ക് വളവുള്ള ആളാണ് ഇടത്തോട്ട് തിരിഞ്ഞ് നിന്ന് ഒഴിക്കേണ്ട അവസ്ഥ വരാം. പെനീസിന്റെ ഒരു കർവേച്ചർ മുകളിലേക്കാണ് എങ്കിൽ അവിടെയും ബുദ്ധിമുട്ടുകൾ വരാം. ഇങ്ങനെ പലതരത്തിലുള്ള കർവേച്ചറുകളും ബുദ്ധിമുട്ടുണ്ടാക്കാം. ഇപ്പോൾ ഈ കർവേച്ചർ സാധാരണഗതിയിൽ ഈ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ കർവേച്ചർ പലപ്പോഴും വിസിബിൾ ആവുന്ന ഇറക്റ്റഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ചുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഇത് അത്രയും വിസിബിൾ അല്ല. അത്രയും സിവിയർ ആണെങ്കിൽ മാത്രമേ അത് അങ്ങനെ വിസിബിൾ ആവൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂത്രമൊഴിക്കുന്ന കാര്യത്തിലൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറില്ല. അല്പം ഒരു ഇറക്ഷനോട് കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറ്. അല്ല എങ്കിൽ വലിയ പ്രശ്നമല്ല. അപ്പോൾ ഉദ്ധരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു വശത്തേക്കോ മുകളിലേക്കോ കീഴോട്ടോ ഒക്കെ അമിതമായിട്ട് വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ്. ഇത് ശരിക്കും ഒരു ഡോക്ടർ പരിശോധിച്ച് നോക്ക്. ഇതിൻ്റെ കർവേച്ചറിൻ്റെ ആംഗിൾ എത്രയുണ്ട്, എത്ര കൂടുതലാണ്, അത് വ്യക്തിയുടെ ലൈംഗിക ജീവിതത്തിനും ഒക്കെ തടസ്സം ഉണ്ടാക്കുന്നതാണ് എങ്കിൽ അതിന് ചികിത്സ വേണം. ഒന്ന് കർവേച്ചർ ഏറ്റവും എവിഡൻ്റ് ആയിട്ട് കാണുന്നു ഉദ്ധരിക്കുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് ആ കർവേച്ചർ ഇത്ര അധികം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പറഞ്ഞ പോലെ ചെറിയ ഉദാഹരണം ഉള്ളപ്പോഴും സിവിയർ കർവേച്ചർ ആണെങ്കിൽ തിരിച്ചറിയാം. കർവേച്ചർ കൂടുതലാണ്, വളവ് കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ വേണം. അതൊരു ഡോക്ടർ പരിശോധിച്ച് നോക്കണം. പിന്നെ കർവേച്ചർ കൂടുതലായി കഴിഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ശരിയായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഇടപെടാനായിട്ട് സാധിക്കാതെ വരും. പിന്നെ ബന്ധത്തിന്റെ സമയത്ത് പുരുഷന് വേദന വരാം, ലിംഗത്തിന് വേദന വരാം. അതുപോലെ സിവിയർ കർവേച്ചർ ആണെങ്കിൽ ഭാര്യയ്ക്ക് വേദന വരാം. പെയിനാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്. അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ആൻഡ്രോളജിസ്റ്റിന് കൃത്യമായിട്ട് അത് പരിശോധിച്ച് നോക്കി അങ്ങനത്തെ സർജിക്കൽ കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇനി കർവേച്ചർ അല്പം ചെറുതാണെങ്കിൽ കൂടി ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അയാളുടെ സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയൊക്കെ വല്ലാതെ ബാധിക്കുന്ന ഒരവസ്ഥകളുണ്ട്. അത്തരം അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെയുള്ള ധാരാളം കേസുകൾ നമുക്ക് വരാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട്. ഇതുവരെ കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കേസുകളിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ പേഷ്യൻസ് ഒക്കെ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്.